കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം യഥാർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഉന്നത നിലവാരമുള്ളതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വലിയ തകർച്ചയാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ 2 UDF മിനിസ്ട്രിയിലും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. അന്ന് അവര് മറ്റേ മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര രീതിയിലുള്ള +2 സ്കൂളുകൾ അനുവദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു വലിയൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ മലപ്പുറത്തുള്ള ആളുകൾ 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കേണ്ട, 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ കടകളിൽ സെയിൽസ്മാൻമാരായിട്ട് കിട്ടത്തില്ല. അവർ +2 കഴിഞ്ഞു, അതിനുശേഷം പിന്നീട് വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പല റീറ്റെയിൽ ഷോപ്പുകളും അറിയാലോ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ വകുപ്പ് 2 വിദ്യാഭ്യാസ വകുപ്പും വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണി കിട്ടും. കാരണം BJP PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുമായി കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആ കെണിയിൽ വീണുപോയ ആളായിരുന്നു ഈ ശിവൻകുട്ടി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇന്നിപ്പോൾ KM ഷാജിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാരണവശാലും മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം ദേശീയ നയമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ വന്നിട്ടുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസ് തന്നെ ആ ഒരു വകുപ്പ് ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൂടാതെ തന്നെ സിലബസുകൾ പരിഷ്കരിക്കാനും പുതിയൊരു ടെക്നോളജികളെ അപ്ഡേറ്റ് ചെയ്യാനും അതിനുള്ളൊരു ശേഷിയുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് ഒരുപക്ഷെ K മുരളീധരനെ പോലെ ഒക്കെ ദീർഘവീക്ഷണമുള്ള ഒരാൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ CR മഹേഷിനെ പോലുള്ള ആളുകളുണ്ട്, ഇവർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു തരത്തിലും വിട്ടുതരില്ല എന്ന് KM ഷാജി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ സാധിക്കുക? കാരണം UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ KM ഷാജിയാണോ തീരുമാനിക്കുന്നത്? KM ഷാജി എന്ന് പറയുന്നത് കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും വലിയ ആവേശപൂർവ്വം എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. മുന്നണി മര്യാദകൾ പാലിക്കാതെ പലപ്പോഴും പല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് KM ഷാജി. അത് KM ഷാജിയെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം KM ഷാജിക്ക് അറിയാം, ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള യൂത്തിൻ്റെയും അല്ലെങ്കിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകളെയൊക്കെ പിന്നെ കയ്യടി നേടാൻ വേണ്ടി ആണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആ തരത്തിലുള്ള ആളുകളുടെ നേതാവായി മാറാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്, നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ തവണ തന്നെ CPM ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഒന്നായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 2 വകുപ്പായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇത്തവണ കോൺഗ്രസ് തന്നെ, അതായത് മുഖ്യകക്ഷി തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്താൽ മാത്രമേ അതിൽ കൃത്യത ഉണ്ടാവുകയുള്ളൂ. ഒന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ടോട്ടൽ അടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു പണിയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെത്. അത് നമ്മൾ പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ആണെങ്കിൽ ആ സ്റ്റേറ്റ് രക്ഷപ്പെട്ടുന്നതാണ്. ഈ വകുപ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം സംഭവിക്കുമ്പോഴാണ് സ്റ്റേറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് കൃത്യമായി വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു പാതകളില്ലെങ്കിൽ ആ സ്റ്റേറ്റ് തീർന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു ആരോഗ്യ സംവിധാനങ്ങൾ വളരെ മെച്ചപ്പെട്ടതാകുമ്പോഴാണ് ആ ഒരു സമൂഹം തന്നെ രക്ഷപ്പെടുന്നത്. അതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പ്. നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് UDF അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ലീഗായിരുന്നു എന്ന് നമുക്കറിയാം. ഇടയ്ക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം TM ജേക്കബിനെ പോലുള്ള മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം, ഞാൻ SSLC ഒക്കെ പഠിക്കുന്ന സമയത്ത് TM ജേക്കബ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് SSLC എന്നുള്ളതിൻ്റെ ലേണിംഗ് എടുത്തു കളഞ്ഞിട്ട് SSC ആക്കുന്നതും അതുപോലെ തന്നെ കോളേജിൽ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ നേരെ പ്രീ ഡിഗ്രി ഒറ്റ തവണ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല അത് 1200 മാർക്കാക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ SSLCൻ്റെ ബുക്കിൻ്റെ മാതൃക മാറ്റി. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെറിയ ബുക്കുകളായിരുന്നു, ടെക്സ്റ്റ് പാഠങ്ങൾ, അതൊക്കെ വലുതാക്കുന്നതൊക്കെ ഈ TM ജേക്കബിൻ്റെ കാലത്തായിരുന്നു. അതുകൊണ്ട് പ്രകടമായ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ചൈനയിലും മറ്റൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി പോയതിന് ശേഷം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള പഠനവും അത് 11-12 ക്ലാസ്സുകൾ കൂടി സ്കൂളിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അതിന് സ്വീകാര്യത ലഭിച്ചില്ലെങ്കിൽ പോലും പിന്നീട് PJ ജോസഫ് ഈ നമ്മുടെ LDFൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, LDFൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് പ്രീ ഡിഗ്രി പിന്നെ വേർപെടുത്താനും കോളേജുകളിൽ നിന്ന് വേർപെടുത്തി അത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അതിന് +2 സംവിധാനങ്ങളെയൊക്കെ മാറ്റാൻ തീരുമാനിക്കുന്നത്. ആകെ കേരളത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒറ്റ മാറ്റമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്,
കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം യഥാർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഉന്നത നിലവാരമുള്ളതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വലിയ തകർച്ചയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരം വലിയ പ്രശ്നങ്ങൾ, കാതലായ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ വളരെ ശക്തനായ അല്ലെങ്കിൽ ഒരുപാട് വലിയ കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസ വകുപ്പ് കെ എം ഷാജി നോട്ടമിട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ആ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ലീഗിൻ്റെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും, ലീഗ് പറയുന്നിടത്ത് നിൽക്കേണ്ടി വരും. പക്ഷേ കെ എം ഷാജിയെ പോലുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങി ഈ UDF സർക്കാർ അവർ പറയുന്ന വകുപ്പൊക്കെ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ലീഗിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ കാണണം. ഷാജി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ വകുപ്പ് കിട്ടും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്നല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞാണ് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് എടുക്കേണ്ട കാര്യമാണ്. ഇതാണ് ഞാൻ പറയട്ടെ, രാജേഷ്, പലപ്പോഴും ഈ ഒരു പ്രശ്നമാണ് ഈ +2 സീറ്റുകളുടെ കുറവ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു സെൻസസ് തന്നെ എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ അനുപാതത്തിൽ തന്നെ വേണം ഈ +2 സ്കൂളുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോയി നമ്മൾ ഒരു ജനസംഖ്യ എടുക്കുന്നു, അപ്പം ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇത്ര +2 സ്കൂളുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷത്തേക്ക് ഇത് ഏത് രീതിയിലായിരിക്കും പോകുന്നത്, അതിൻ്റെ ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എത്ര ആളുകൾ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട്, അവരുടെ കുട്ടികൾ വീണ്ടും തിരിച്ച് ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് സാധ്യതകളുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ ആ സ്പേസിലേക്ക് മറ്റാരെങ്കിലും അവിടെ ഒന്ന് താമസമാക്കാനായിട്ട് സാധ്യതയുണ്ടോ, അങ്ങനെ താമസമാക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി വരുമോ, ഇതെങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി എഡ്യൂക്കേഷൻ സെൻസസ് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും ചെയ്യേണ്ടതാണ്. അത് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്കൂളുകൾ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മറ്റേ +2 സീറ്റുകളില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ അഡീഷണൽ സീറ്റുകൾ അനുവദിക്കുന്ന ഒരു രീതിയാണ്. മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്, വലിയ കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അവിടെ. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ 2 UDF മിനിസ്ട്രിയിലും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. അന്ന് അവര് മറ്റേ മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര രീതിയിലുള്ള +2 സ്കൂളുകൾ അനുവദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു വലിയൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ മലപ്പുറത്തുള്ള ആളുകൾ 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കേണ്ട, 10ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ കടകളിൽ സെയിൽസ്മാൻമാരായിട്ട് കിട്ടത്തില്ല. അവർ +2 കഴിഞ്ഞു, അതിനുശേഷം പിന്നീട് വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പല റീറ്റെയിൽ ഷോപ്പുകളും അറിയാലോ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഗൾഫിൽ തന്നെ ഇപ്പോൾ പോയി കിടക്കുന്ന ആളുകളാണെങ്കിലും അവരുടെയൊക്കെ സാമ്പത്തികാവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരില്ല. ഗൾഫുകാരൻ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവരുടെ വീട്ടിലും പട്ടിണിയാണ് സത്യം പറഞ്ഞാലുള്ളത്. അതിനൊന്നും നമ്മൾ മറന്നുകൂടാ. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിട്ട് 10ാം ക്ലാസ്സിന് മുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകണവർ. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ മലപ്പുറം ജില്ലയിലൊക്കെ കൃത്യമായിട്ട് എത്ര +2 സീറ്റുകളുടെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സ്കൂളുകളെ ഐഡന്റിഫൈ ചെയ്യാനും ആ സ്കൂളുകളെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചില്ലെങ്കിലുണ്ടല്ലോ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവുന്ന ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. തീർച്ചയായും ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എല്ലാ മലബാറിലുള്ള എല്ലാ ഇത് കൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പരിശോധിച്ചു പോകുന്നുണ്ട് രാജേഷ്. കാരണം എന്താ വെച്ചാൽ ഈ NSSന് ഒരുപാട് സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റുകൾക്ക് ഒരുപാട് സ്കൂളുകളുണ്ട്, SNDPക്ക് കോളേജുകളുണ്ട്. പക്ഷേ മുസ്ലിം സംഘടനകൾക്ക് ഇന്നേവരെ ഒരു സ്കൂളുകളില്ല. അതെല്ലാം സ്വകാര്യ വ്യക്തികളുടെയാണ്, സ്വകാര്യ മാനേജ്മെന്റുകളുടെയാണ്. ഇപ്പൊ MES ഉണ്ട്, MES ഒരു സൊസൈറ്റിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന് സമ്പൂർണ്ണമായിട്ട് ഇപ്പൊ സമസ്ത ആയിക്കോട്ടെ, സുന്നി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മറ്റേത് ഇതാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് സ്കൂൾ അനുവദിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഈ സ്വകാര്യ വ്യക്തികളാണ് ഈ സ്കൂളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വകാര്യ വ്യക്തികൾക്ക് സ്കൂളുകൾ അനുവദിച്ച് അതിൽ നിന്നുള്ളൊരു സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും കെ എം ഷാജി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ എം ഷാജി ഈ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. ദേശീയ വിദ്യാഭ്യാസ വീക്ഷണമുള്ള ഒരു പാർട്ടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ വിദ്യാഭ്യാസ വകുപ്പ് അവർ ഭരിച്ചാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അതല്ലാതെ മറിച്ച് ഈ കച്ചവട താല്പര്യത്തോട് കൂടിയിട്ട് നമുക്കറിയാമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് എന്തിനാണ് ചോദ്യപേപ്പർ എന്നാൽ ഈ പാഠപുസ്തകം എന്ന് ചോദിച്ച ഒരു മന്ത്രിയുള്ള നാടാണ് കേരളം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ഒരു ആഡ് ചെയ്ത് പറയാനുള്ള ഒരു സാധനമുണ്ട്. അതായത് കെ എം ഷാജി അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്താണ് ഒരു +2 കോഴയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിലാണ് അദ്ദേഹം വലിയ രീതിയിൽ +2 അനുവദിക്കാനുള്ള ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പൈസ മേടിച്ചെന്നുള്ളതായത് ആരോപണം. ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരും ആയിരുന്നില്ല, ഒരു ലീഗുകാരൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിന്റെ പൈസ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഷാജിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അനിൽ പറഞ്ഞത്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, പക്ഷേ എങ്കിൽ പോലും അത്തരത്തിൽ ചില സംശയങ്ങൾ
ഈ SFI ഒക്കെ സംബന്ധിച്ച് SFI ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാരത്തെ ഒരു എഡ്യൂക്കേഷണൽ സർവേ നടത്തിയിട്ട് ആവശ്യത്തിനുള്ള സ്കൂളുകൾ അനുവദിക്കണം. അതായത് വിദ്യാഭ്യാസ കച്ചവടത്തിന് ഒരു തരത്തിലും അനുവദിക്കാത്ത രീതിയിൽ SFI കുറച്ചുകൂടി ഒന്ന് ജാഗരൂകരായിട്ട് വളരെ ജാഗരൂകരായിരിക്കണം. അവർക്ക് സമരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് വിദ്യാഭ്യാസ കച്ചവടം. വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ സമരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതായിട്ട്. കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ സ്കൂൾ അനുവദിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കാലത്തൊക്കെ തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് പിന്നെ നമ്മളിൽ പിന്നെ പി ജോസഫിന്റെ സാറിന്റെ കാലഘട്ടത്തിൽ കാലത്ത് +2 നല്ല നീക്കം. അതാ പറഞ്ഞത് 96 തൊട്ട് ഏതാണ്ട് 2001 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ +2 കച്ചവടം നടത്തിയിരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു എന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണത്. അതിന്റെ പേരിൽ ജോസഫ് ഗ്രൂപ്പിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആർക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കരുത് എന്നല്ല, ഒരിക്കലും ഇരു മുന്നണിയായാലും ശരി ഘടകകക്ഷികളെ ഏൽപ്പിക്കരുതെന്നായിരുന്നു. ഈ ആദ്യമായിട്ട് ഘടകകക്ഷി അല്ലാത്ത MA ബേബിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുവരെ വിദ്യാഭ്യാസ വകുപ്പ് കാലങ്ങളായിട്ട് കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ UDF വരുന്ന സമയത്ത് മുസ്ലിം ലീഗിനായിരുന്നു, മാറി മാറി ഭരിക്കുകയായിരുന്നു. ശേഷം CN രവീന്ദ്രനാഥ് അത് പിന്നീട് LDF ശിവൻകുട്ടിയും ഒക്കെ വന്ന് കഴിഞ്ഞ തവണ പിന്നെ രവീന്ദ്രനാഥും അതുപോലെ തന്നെ KT ജലീലുമായിരുന്നു. ഈ പിന്നീട് R ബിന്ദുവും ശിവൻകുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് അത്ര വലിയ ദേശീയ കാഴ്ചപ്പാടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. ശിവൻകുട്ടിക്ക് അത്ര അങ്ങനെ വലിയ കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നെ ചില പ്ലാനിംഗ് ഒക്കെ നടത്തിയിരുന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അത് പ്രായോഗികമായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ വകുപ്പ്, 2 വിദ്യാഭ്യാസ വകുപ്പും വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണി കിട്ടും. കാരണം BJP PM3 നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുമായി കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആ കെണിയിൽ വീണുപോയ ആളായിരുന്നു ഈ പിന്നെ ശിവൻകുട്ടി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. CPM ഉം CPI തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെയും അത് വലിയ കാലമായിട്ടില്ല, 3-4 മാസം മുന്നെയാണ് വലിയ തർക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ദേശീയതലത്തിൽ ഉള്ള ചില അപകടകരമായ ചില പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് അവർ വീണ്ടും ഇവിടെ വരും, സമ്മർദ്ദങ്ങളുണ്ടാവും. അതിനൊന്നും വഴങ്ങാതെ കേരളത്തിൻ്റെതായ ചില സാമൂഹ്യ അവസ്ഥകളുണ്ട്, അതുകൂടി പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയം തന്നെ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല കാഴ്ചപ്പാടുള്ള നല്ല ധാരണയുള്ള ഒരാളായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പ്. 2 മന്ത്രിമാർ വരുമ്പോൾ 2 മന്ത്രിമാരും വളരെ കൃത്യതയോടുകൂടി ഈ വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല, അതായത് ഈ CBSE പോലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും വലിയ രീതിയിൽ തഴച്ചു വളർന്നൊരു സ്ഥലം കൂടിയാണ്. അവർ കൂടി പിന്നീട് +2 വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പലതരം ഈ ഫ്ലക്ച്വേഷൻ വരുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ഇതാ സ്കൂൾ തുറക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സ്കൂൾ തുറക്കാനുള്ള നടപടിക്രമങ്ങൾ പലതും ഇവിടെ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തുടക്കം തന്നെ മോശമാകാതിരിക്കാൻ വേണ്ടി നല്ല ധാരണയോടുകൂടി ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവണം. കോൺഗ്രസ് ഇതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാക്കരുത് എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്.